മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയെ ജീർണതകളിലേക്ക് മനഃപൂർവ്വം തള്ളിയിടുന്ന ബിഷപ്പ് റാഫേൽ തട്ടിലിനെയും ജോസഫ് പാംബ്ലാനിയെയും സഭ പുറത്താക്കണം. ഏകീകൃത കുർബാന സഭയുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. സമവായ കുർബാന സീറോ മലബാർ സഭയുടെ തീരുമാനമല്ല. സമവായ കുർബാന എന്ന ആശയം തന്നെ പാഷാണ്ഡതയാണ്. ശീശ്മകൾ നടപ്പാക്കുന്നത് സഭയെ തകർക്കും. ശ്ലൈകിക പാരമ്പര്യവും വിശ്വാസ പൈതൃകവും നശിപ്പിക്കാൻ നീക്കങ്ങൾ നടത്തുന്ന റാഫേൽ തട്ടിൽ, ജോസഫ് പാംബ്ലാനി മെത്രാന്മാരെ സഭ നിലയ്ക്ക് നിർത്തണം. എപ്പിസ്കോപ്പൽ വികാരി ജനറലായി കുതന്ത്രങ്ങളിലൂടെ എത്തിയ ജോസഫ് പാംബ്ലാനി സഭയുടെ തീരുമാനത്തെ കുതന്ത്രങ്ങളിലൂടെ തന്നെ അട്ടിമറിക്കുവാൻ നടത്തിയ ശ്രമങ്ങളെ വിശ്വാസികൾ തിരിച്ചറിയണം. ആഗോള ക്രൈസ്തവ സഭാ തലവൻ ഫ്രാൻസിസ് പാപ്പ മരിച്ചു കിടക്കുമ്പോൾ പോലും ജോസഫ് പാംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിടുക്കത്തിൽ വന്ന് ജനാഭിമുഖ കുർബാന പക്ഷമായ AMTയുമായി ചർച്ച നടത്തിയത് മാർപ്പാപ്പയോടുള്ള കടുത്ത വെല്ലുവിളിയായി മാത്രമേ വിലയിരുത്താനാകൂ. മൂക്കാതെ പഴുത്ത സഭാ നേതൃത്വങ്ങളായ റാഫേൽ തട്ടിലിന്റെയും ജോസഫ് പാംബ്ലാനിയുടെയും സഭാപ്രവർത്തനങ്ങളെ സഭാ സിനഡ് ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് ആയുസ് ഉണ്ടാകില്ല. വാർത്തകൾ വിശദമായി. ബിഷപ്പ് റാഫേൽ തട്ടിലിന് സഭയുടെ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളില്ല. അദ്ദേഹത്തിന്റെ വികാരി കണ്ണൂർക്കാരൻ ജോസഫ് പാംബ്ലാനി ആകട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ എങ്ങനെ ശീശ്മയിലേക്ക് നയിക്കാമെന്നുള്ള ആലോചനയിലുമാണ്. സീറോ മലബാർ സഭയിൽ മൂക്കാതെ പഴുത്ത ഇത്തരത്തിലുള്ള സഭാ നേതൃത്വങ്ങൾ എങ്ങനെ സഭയിലെ അജഗണങ്ങളെ നയിക്കും? അന്ധരെ അന്ധർ നയിക്കുന്നതിന് തുല്യമാകില്ലേ? ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം. ഏകീകൃത കുർബാന വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാൻ സീറോ മലബാർ സിനഡ് അനുവാദം കൊടുത്തിട്ടുണ്ടോ? സഭാപിതാക്കന്മാർ ഇതിൽ വ്യക്തത വരുത്തണം. അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ സഭയുടെ നിയമങ്ങൾക്കെതിരാണ്. സഭയുടെ നിയമാനുസൃതമായ കുർബാനയുടെ കാര്യത്തിൽ മറ്റു പിതാക്കന്മാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. റാഫേൽ തട്ടിലിനെ പോലുള്ള ദുർബല നേതൃത്വങ്ങളായ നിലപാടില്ലാത്ത മെത്രാന്മാർ സഭയ്ക്ക് ശാപമാണെന്ന് പറയേണ്ടി വരും. തട്ടിലിനെ കർദിനാൾ സ്ഥാനം പോലും വത്തിക്കാൻ നിരാകരിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്ന് വിശ്വാസികളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. തലശ്ശേരി ദം പാംബ്ലാനി മെത്രാന്റെ നയം സമവായ കുർബാനയാണ്. ഒരു സഭയിൽ രണ്ടു തരം കുർബാനയും ഒപ്പം സഭാവിരുദ്ധ വൈദികരുടെ കേസുകളും പിൻവലിച്ച് അവരെ സംരക്ഷിക്കുക. സഭയും വിശ്വാസികളും തലശ്ശേരി ദം പാംബ്ലാനിയുടെ മുൻപിൽ ഒരു വിഷയമല്ല. വിശ്വാസികൾ ആരും തന്നെ സമവായ കുർബാനയെ അനുകൂലിക്കുന്നവരല്ല. ആരാധനാക്രമത്തിൽ വെള്ളം ചേർക്കാൻ വിശ്വാസികൾ അനുവദിക്കില്ല. ഈ വിഷയത്തിനായി പാംബ്ലാനി എറണാകുളത്തേക്ക് വരണമെന്നില്ല. 2021 നടന്ന സിനഡിന്റെ തീരുമാനമായിരുന്നു അൾത്താര അഭിമുഖ കുർബാന എല്ലാ പള്ളികളിലും നടപ്പിലാക്കണമെന്നത്. കുർബാനക്രമം ഏകീകരിച്ചത് സിനഡിന്റെ ഏകകണ്ഠമായ തീരുമാനപ്രകാരമായിരുന്നു. മാർപ്പാപ്പ അതിന് അംഗീകാരവും നൽകി. പിന്നെ എവിടുന്ന് സമവായം പൊങ്ങി വന്നു എന്ന് പാംബ്ലാനിയുടെ ഉദ്ദേശശുദ്ധിയിൽ നിന്നും തെളിയുന്നു. സഭയെയും മാർപ്പാപ്പയെയും അനുസരിക്കും എന്ന് പറയുന്ന സഭാനുകൂല വിശ്വാസികൾ പോലും സമവായ കുർബാന ആവശ്യപ്പെട്ടുകൊണ്ട് പാംബ്ലാനിയുടെ മുന്നിൽ മനസ്സമ്മതം നടത്തുമ്പോൾ അവരെയും നയിക്കുന്നത് അന്ധരാണെന്ന ബോധ്യം അവർക്കില്ലാതെ പോകുന്നത് ഏറെ വേദനാജനകമാണ്. പാശ്ചാത്യ സഭയുടെ അനുഭവം സീറോ മലബാർ സഭയ്ക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ജനാഭിമുഖ കുർബാന എന്ന അബദ്ധം ഇനിയും അവസാനിപ്പിക്കണം. ഒരു സഭയിൽ തന്നെ എങ്ങനെ രണ്ടു തരം ആരാധനാക്രമരീതി നടപ്പിലാക്കുമെന്ന് വിശ്വാസികൾ സ്വന്തം ബുദ്ധിയോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. സമവായ കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ രണ്ടു വഞ്ചിയിലും കാൽ വെക്കുന്നവരാണെന്ന് സംശയിക്കേണ്ടി വരും. സീറോ മലബാർ സഭാ സിനഡും മാർപ്പാപ്പയും അംഗീകരിച്ച ആരാധനാക്രമ രീതികളല്ലാതെ മറ്റൊന്നും വിശ്വാസികൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി തട്ടിലിനെയും പാംബ്ലാനിയെയും ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസരാഹിത്യത്തിന്റെ മൂല കാരണക്കാരായ
റാഫേൽ തട്ടിൽ, ജോസഫ് പാംപ്ലാനി എന്ന ദുർഭൂതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കുമല്ലോ. ദൈവ ചൈതന്യം നിറഞ്ഞ പുതിയൊരു സഭാ നേതൃത്വത്തെ ലഭിക്കുവാൻ ഒന്നായി പ്രാർത്ഥിക്കാം. ജനകീയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.